UDF-ലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. 6 വർഷം മുൻപ് ഇടതുമുന്നണിയിൽ ചേർന്നത് ഒരു രാഷ്ട്രീയ തീരുമാനമാണെന്നും ആ തീരുമാനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്നും മുന്നണി മാറ്റം കേരള കോൺഗ്രസിന്റെ അജണ്ടയിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതി മുന്നണി മാറുന്നത് രാഷ്ട്രീയ മര്യാദയല്ലെന്നും UDF നേതാക്കൾ ക്ഷണിക്കുന്നത് കേരള കോൺഗ്രസിന്റെ അടിത്തറ കണ്ടിട്ടാണെന്നും LDF-ലെത്തിയ ശേഷമാണ് UDF-ന് കേരള കോൺഗ്രസിന്റെ ശക്തി മനസ്സിലായതെന്നും ജോസ് കെ മാണി തുറന്നടിച്ചു. UDF അപമാനിച്ച് ഇറക്കിവിട്ടതാണെന്നും നിലവിൽ നടക്കുന്ന മുന്നണി മാറ്റ ചർച്ചകളിൽ ഒരു കഴമ്പുമില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇടത് മുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജോസ് കെ മാണി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ഇടതുമുന്നണിക്ക് ലഭിച്ചില്ല. എന്നാൽ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകൾ അടിസ്ഥാനമാക്കിയാൽ പാലായിൽ 1523 വോട്ടുകൾക്ക് LDF മുന്നിലാണ്. BJP ഭരിച്ചിരുന്ന മുത്തോലി പഞ്ചായത്ത് LDF തിരിച്ചുപിടിച്ചു. കേരള കോൺഗ്രസ് എമ്മിന് ഇവിടെ തനിച്ച് ഭൂരിപക്ഷമുണ്ട്. പാലാ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ഉഴവൂര്, കിടങ്ങൂര്, ഭരണങ്ങാനം ജില്ലാ ഡിവിഷനുകളിൽ LDF-നാണ് വിജയം. പാലാ മുനിസിപ്പാലിറ്റിയിൽ 10 കൗൺസിലർമാരാണ് കേരള കോൺഗ്രസ് എമ്മിനുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിലും 10 കൗൺസിലർമാരുണ്ട്. ഒരു സീറ്റ് നറുക്കെടുപ്പിലൂടെയാണ് നഷ്ടമായത്. പാലാ നഗരസഭയിൽ ഏറ്റവും വലിയ കക്ഷി കേരള കോൺഗ്രസ് ആണ്. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഉചിതമായ സമയത്ത് LDF-മായി ചേർന്ന് ഉചിതമായ തീരുമാനമെടുക്കും. ഇപ്പോൾ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. പരീക്ഷയിൽ തോറ്റതിന്റെ പേരിൽ ആരും സ്കൂൾ മാറില്ലെന്നും അടുത്ത പരീക്ഷയിൽ മികച്ച വിജയം നേടുകയാണ് ലക്ഷ്യമെന്നും ഡോക്ടർ N ജയരാജ് MLA പ്രതികരിച്ചു. UDF നേതാക്കളുടെ ആവർത്തിച്ചുള്ള ക്ഷണം ആത്മവിശ്വാസമില്ലാത്തതിനാലാണെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടായിട്ടില്ലെന്നും നിയമസഭയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് ചീഫ് വിപ്പ് കൂടിയായ ഡോക്ടർ N ജയരാജ് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ മുന്നണി വിടുന്ന പതിവ് കേരള കോൺഗ്രസ് എമ്മിന് ഇല്ലെന്ന് ജനറൽ സെക്രട്ടറി സ്റ്റീഫനും വ്യക്തമാക്കി. മുന്നണി വിടാനായിരുന്നെങ്കിൽ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാകാമായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായാൽ മുന്നണി വിടുന്ന രീതി നിലവിൽ പാർട്ടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ അടിത്തറ കണ്ടിട്ടാണ് UDF നേതാക്കൾ ഇപ്പോൾ ക്ഷണിക്കുന്നത്. PJ ജോസഫ് ഗ്രൂപ്പ് UDF-ൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. ജോസഫ് ഇപ്പോൾ നടത്തുന്നത് അപക്വമായ പ്രസ്താവനകളാണ്. പരാജയമുണ്ടായാൽ പാർട്ടി തകരുമെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് കേരളത്തിൽ ഉണ്ടാക്കില്ലായിരുന്നുവെന്നും സ്റ്റീഫൻ ജോർജും പരിഹസിച്ചു. അതുകൊണ്ട് തന്നെ മുന്നണി മാറ്റ ചർച്ചകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.